ഹായ് കൂട്ടുകാരെ, ഞാൻ പിന്നെയും വന്നു. ഞാൻ ഇന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ ഓർത്താണേ. നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നോക്കാം കേട്ടോ. ഞാനൊരു 5 മുട്ട പുഴുങ്ങി തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 ചെറിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായതുകൊണ്ട് 4 എടുത്ത് കേട്ടോ. 4 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി 2 പിളർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, 2 പച്ചമുളക് മതി കേട്ടോ. പിന്നെ ഇഞ്ചി, കരിവേപ്പിലയൊക്കെ ഉണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. ചിക്കൻ മസാലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ പകുതി വെച്ചിട്ടുണ്ട്. അതെൻ്റെ അടുത്ത് വിനാഗിരി ഇല്ല, തക്കാളി ഇല്ലാത്തതുകൊണ്ടാണ്. അതുള്ളവർ ചേർത്താൽ നല്ലതാണ് കേട്ടോ. ഒരു തക്കാളി ചേർത്താൽ മതി. ഇത് ഞാൻ ചട്ടി അടുപ്പ് വെച്ച്, ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഓയിലാണ് ഇതിൽ ചേർക്കുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ മരുമകൾക്ക് വെളിച്ചെണ്ണ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഓയിൽ ചേർത്ത് കറി ഉണ്ടാക്കുന്നത്. അവൾ കൂട്ടാത്തതൊക്കെയാണ് വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർക്കുകയുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടാവട്ടെ. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി, കടുകിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അത് പൊട്ടട്ടെ. അത് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് സവോളയും പച്ചമുളകും എല്ലാം ഒന്നിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് സെപ്പറേറ്റായിട്ട് ചേർക്കണമെന്നൊന്നുമില്ല. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ഏകദേശം കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാവേ. സവോള ഇട്ട് കൊടുക്കുക കേട്ടോ. സവോള ഇട്ടു. സവോളയുടെ കൂടെ തന്നെ എല്ലാം ഒന്നിച്ച് ഇട്ടാൽ മതി. സെപ്പറേറ്റ് ആക്കാനൊന്നും നിൽക്കണ്ട. അതിൻ്റെ ആവശ്യമില്ല. അതിനെന്ന് വെച്ചാൽ മുട്ട റോസ്റ്റല്ലേ. എല്ലാം കൂടെ ഒന്നിച്ച് വന്ന് കഴിയുമ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഇതാക്കണം. അതിനെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പച്ചപ്പങ്ങ് മാറുന്നത് വരെ. ഒത്തിരി നേരം വേണ്ട, എന്നാലും ആ പച്ചപ്പങ്ങ് ഈ സവോളയൊക്കെ മൂക്കുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മൾ കുഴഞ്ഞ് പോകാതിരിക്കാനായിട്ട് അത് ഇച്ചിരി വഴന്ന് വരുമ്പം അതിനകത്തോട്ട് ഒന്നിലെ ഈ മുട്ട റോസ്റ്റിനാണ് കേട്ടോ, ഒരു ശകലം വിനാഗിരിയോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താൽ പിന്നെ ആ സവോള വെന്ത് കുഴഞ്ഞു പോകില്ല. ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ സവോള കടിക്കാനായിട്ട് കിട്ടുന്ന പോലെ, എന്നാൽ വേഗവും ചെയ്യണം. അല്ലാതെ സവോള കുഴഞ്ഞു പോയി ആ കറി കൊള്ളത്തില്ല. അതാ സവോളയുടെ ആ ഒരു അരപ്പ് ഒത്തിരി കുഴഞ്ഞു പോയാലേ അത് കൊള്ളില്ല. കണ്ടോ ഈ ഒരു പരുവ് നോക്കിക്കേ. ഒരുമാതിരി ആയിട്ടുള്ള നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു ഇച്ചിരി പിഴിഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ. ചെറുനാരങ്ങ ഒത്തിരി ഒന്നും വേണ്ട. ഒരു ശകലം നാരങ്ങ നീര്. ഒരു ചെറിയ പുളി കിട്ടണം. അപ്പോൾ എൻ്റെ അടുത്ത് ഈ വിനാഗിരി ഇല്ല, തക്കാളി ഇല്ലായിരുന്നു. അന്നേരം കറിയൊന്നുമില്ല. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഓർത്തുണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്ത് ഉണ്ടാക്കണതാണ് കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷെ എന്നാലും ഇപ്പം അത് ഏകദേശം ആയിട്ടുണ്ട്. സവോളയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഞാൻ ഒരു 2 സ്പൂണ്, നല്ലോണം 2 സ്പൂണ്, തീരെ ചെറിയ സ്പൂണല്ല, നല്ലോണം നല്ല 2 സ്പൂണ്, ടീസ്പൂണിന് 2 സ്പൂണ് ചിക്കൻ മസാല ചേർത്തേ. വേറെ ഞാൻ പിന്നെ ഇത് ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല. ഒത്തിരി പൊടികൾ ചേർത്താൽ അതത്ര നല്ലതല്ല. 2 സ്പൂണ് ചിക്കൻ മസാല, ഒരു സ്പൂണ് മല്ലിപ്പൊടി. 1 സ്പൂണ് തികച്ചില്ല, അത്രയും മല്ലിപ്പൊടി മതി. മല്ലിപ്പൊടിയുടെയൊക്കെ ഒത്തിരി കുത്തലായാലും കൊള്ളുകയില്ല. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. 1 സ്പൂൺ, അത് 1 സ്പൂണ് മതി. അത് ഇച്ചിരി എരിവ് വേണ്ടവർക്ക് ഇച്ചിരി നിറച്ച് ചേർത്തോ കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ കാര്യം ഞാൻ മറന്നു പോയായിരുന്നു.
ഉപ്പിട്ട് കൊടുക്കുക. ഒരു സ്പൂൺ നല്ലോണം നിറച്ച്, എൻ്റെ ചെറിയ സ്പൂണാട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ. അത് നല്ലോണം നിറച്ച് ഒരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂണ് മുളക് പൊടി, നല്ലോണം ഒരു സ്പൂണ് മുളക് പൊടി, ചെറിയ സ്പൂണിനാട്ടോ ഞാനിടുന്നത്. പിന്നെ ഒരു 1/4 സ്പൂണും മിച്ചം മതി മഞ്ഞൾപ്പൊടി. ഒത്തിരി മഞ്ഞ കളറൊന്നും വേണ്ട, ഇച്ചിരി ഞാൻ എടുത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൂട്ടി. ഒത്തിരി നേരം ഇട്ട് മൂപ്പിക്കൊന്നും വേണ്ട. ഏകദേശം ആയി കേട്ടോ, ഇത് സവോളയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിൽ ഒരിത്തിരി മുളക് പൊടിയുടെ കുറവുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരിയും കൂടി ചേർക്കുവാണ് കേട്ടോ. ഒരു കളറിൻ്റെ ഇച്ചിരി കുറവ് വന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർത്തോട്ടെ. എരിവിന് നിങ്ങൾക്ക് എരിവ് അധികമാകുവാണെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലിയെ ചേർക്കാവുള്ളൂ കേട്ടോ. ഈ സാധാ മുളക് പൊടി ചേർക്കുമ്പോൾ എരിവ് അധികമാവും. ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം അത് മതി. ഇതൊന്ന് ആ വെള്ളത്തിലൊന്ന് ഒരു ചെറുതീയിലിട്ട്, ഒത്തിരി തീ വേണ്ട, കുറച്ച് നേരം തീ നന്നായിട്ട് ഇട്ടുവാണെങ്കിൽ 1 മിനിറ്റ് പോലും വിടണ്ട. അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ. ഒന്നോടെ ഒന്ന് ഇളക്കിയിട്ട് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആ മുട്ട പുഴുങ്ങി ഒന്ന് ചെറുതായിട്ട് വരഞ്ഞുള്ളൂ കേട്ടോ. വരഞ്ഞ് വെച്ചിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയും ചേർത്ത് ഒരു ഇളക്കി കൂട്ടി, നല്ലോണം ഇളക്കി കൂട്ടി, മുട്ടയിലൊക്കെ അരപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൂട്ടി വെച്ച് കൊടുത്ത്, എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അധികം സമയമൊന്നും വേണ്ട, ഇച്ചിരി സമയം മതി. ഇത് ഇനി 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. 1 മിനിറ്റ് അടച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോഴത്തേനും അതായി. സവാള വഴുന്നതല്ലേ, അന്നേരം തന്നെ ആവുമല്ലോ. 1 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. വേണ്ട, സംഭവം റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്കിപ്പോൾ രാവിലെ 2 ചപ്പാത്തി ഉണ്ടാക്കി അതിന് വേണേലും കൂട്ടാം, അപ്പം ഉണ്ടെങ്കിൽ അതിന് വേണേലും കൂട്ടാം, ചോറിനാണേലും നല്ലതാണ്. റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, വെച്ച് നോക്കിയിട്ട് എന്തായാലും കമൻ്റ് ഇടണം. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.